ഇത് ഞാൻ മിന്ത്രന്ന് ഓർഡർ ചെയ്ത ഡ്രസ്സാണ്. റിവ്യൂ കണ്ട് വാങ്ങി അബദ്ധം പറ്റിയ 2 പ്രോഡക്റ്റ്സ് ആണ്. ഡോണ്ട് ബൈ ദിസ്. വെൽക്കം ടു Kakkasserys വ്ളോഗ്. അപ്പോൾ ഇന്നൊരു ബിരിയാണി വ്ളോഗാണ്. ഇവിടെ സ്റ്റേഡിയം ലിങ്ക് റോഡിലല്ല, നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കലൂരിൽ ഒരു പുതിയ ബിരിയാണി കട തുടങ്ങിയിട്ടുണ്ട്. അതാണെങ്കിൽ ഞങ്ങളുടെ ഫേവറേറ്റ് കോയമ്പത്തൂർ ബിരിയാണി എന്ന് പറയുന്നില്ലേ, ആ സ്റ്റൈലിൽ റവുത്തർ ബിരിയാണിയുടെ കടയാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഡെലിവറി ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കളക്ട് ചെയ്യാനാണ് താഴെ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ വൈകുന്നേരം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കേക്ക് വാങ്ങിച്ചതിൻ്റെ ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് വഴി കിട്ടിയ സബ്സ്ക്രൈബർ ജോൺ പറഞ്ഞു, ലുബ്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്. അപ്പോൾ ഇതിലും ജോൺ എനിക്ക് പാരവയ്ക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ജോൺ 7 PM മുന്നേയും 9 AM ശേഷിയും ഫുഡ് കഴിക്കാം. അതാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കട. ഒരു മിനി ബക്കറ്റ് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ് ഫോർ 3 persons എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സംഭവം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. റിവ്യൂസ് സോഫാർ ഉള്ള ഒരു 3-4 റിവ്യൂസ് കണ്ടതെല്ലാം നല്ല പോസിറ്റീവാണ്. നല്ല യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ള റിവ്യൂസ്. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി അല്ലേ, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി ഓൾറെഡി ഡെലിവറി ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റിയിൽ കൊടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ സെക്യൂരിറ്റി എടുത്ത് പോയി കളക്ട് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് ബിരിയാണി. കൂടെ ഞാൻ ഓർഡർ ചെയ്തൊരു ഡ്രസ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറ്, കച്ചമ്പർ, പിന്നെ മല്ലി ചട്നി, പിന്നെ കേസരി. എത്ര ഉണ്ടാവും ബാവ ഈ ബക്കറ്റിന്? ഈ ബക്കറ്റിന് എത്ര ഉണ്ടാവും അറിയോ? ഒരു ഐഡിയ പറഞ്ഞേ. 3 മേലെ ആൾക്കാർക്ക് കഴിക്കാന്ന് പറഞ്ഞു. എത്ര ഉണ്ടാവും? 600. മമ്മി പറ 500. അതായത് ഈ ബക്കറ്റ്, ഈ സാധനങ്ങൾ എല്ലാം ചേർത്തി ഡെലിവറിയും കൂടെ ചേർത്തിട്ട് എത്രയാവും? അപ്പോൾ ബാവ 600, മമ്മി 500. പറയട്ടെ ആക്ച്വൽ റേറ്റ് 350. 350 നല്ലല്ലേ? നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് തിരക്കില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നന്നായിട്ടുണ്ട്. നമ്മളിത് കോയമ്പത്തൂർ നമ്മൾ കഴിച്ചിട്ടുള്ള ഇതല്ല, ആ ഫ്ലേവർ തന്നെ. എരിവുണ്ടോ? എരിവുണ്ട്. കാരണം എനിക്ക് പച്ചമുളക് ഉണ്ട് ഇതിനകത്ത്. ഇവര് പച്ചമുളക് ഹോളായിട്ട് ഇടും. റാവുത്തന്മാര് അത് ചതക്കാണ്ടിടും. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ടേസ്റ്റ് എന്തായാലും ചോറിൽ മിക്സ് ആവും. മസാലയും കൂടി അങ്ങനെ തന്നെ ഉണ്ടാക്കി വറ്റിച്ചുകൊണ്ട് കുഴപ്പമില്ല. ക്വാണ്ടിറ്റി നല്ലുണ്ട്. നമ്മൾ 3 പേര് എടുത്തിട്ട് നോക്കി 350 നല്ല ഡീലാണ്. ആ യെല്ലോ സ്വീറ്റ് തട്ടെ 7 സംഭവം കൊള്ളാം. അതിൻ്റെ കൂടെ ഈ ഒരു ചട്നി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്. എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടും ഇത്രയും ബാക്കിയുണ്ട്. അതായത് 2 പേർക്കുള്ളതല്ല, മേല് 2 പേർക്കുള്ളതുണ്ട്. ചിക്കൻ പീസും ബാക്കിയുണ്ട്. ഡാനി ഇവിടെ ഇരിപ്പുണ്ട്, സാമൂസ അവിടെ ഉണ്ട്. ഡാനിക്കും സാമിനും നമ്മൾ വേറെ റൈസ് കൊടുത്തു, എരിവില്ലാത്ത റൈസ് അല്ലേ ഡാനി? അപ്പോൾ ഈ അസൽ റാവുത്തർ ബിരിയാണി എന്ന് പറഞ്ഞ കട സ്റ്റേഡിയത്തിലാണ്, അതായത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കലൂരിലാണ് ആ കടയുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലിങ്കിൽ കൊടുക്കാം. ഇതൊരു സ്പോൺസേർഡ് പോസ്റ്റ് അല്ല കേട്ടോ, ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ ബിരിയാണിയാണ്. റിവ്യൂസ് കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നി. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു കോയമ്പത്തൂർ സ്റ്റൈൽ അല്ലെങ്കിൽ പാലക്കാടൻ സ്റ്റൈൽ ബിരിയാണി ഇഷ്ടമുള്ളത് കാരണം അവിടുന്ന് ഓർഡർ ചെയ്ത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം സൂപ്പറാണ്. ക്വാണ്ടിറ്റി നല്ല ഉണ്ട്. 6 പേർക്ക് സുഖമായിട്ട് കഴിക്കാം മിനി ബക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ. സോ ഗസ്റ്റ് വരികയാണെങ്കിൽ ഇത് വാങ്ങിക്കാം. അല്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് സൈസ് ഉണ്ട്, അതും അതിൻ്റെ റേറ്റെല്ലാം ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. എത്രയാണെന്ന് അറിയില്ല. ഇനി നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ ഇത് ഞാൻ മിന്ത്രന്ന് ഓർഡർ ചെയ്ത ഒരു ഡ്രസ്സാണ്. അവർക്കിപ്പോൾ ഒരു സെയിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും 50%, 60%, 80% ഒക്കെ ഓഫുണ്ട്. അങ്ങനെ ഒരു സെയിൽ പ്രൈസിൽ ഫോട്ടോസിലൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായി തോന്നി. അങ്ങനെ വാങ്ങിയതാണ്. തുറന്നു നോക്കാം. സോ ഇതിൻ്റെ സെയിൽ പ്രൈസ് ഇട്ടിങ്ങനെ 2049 ആണ്. ഞാൻ വാങ്ങിയത് 750 റുപ്പിക്കാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ. കാക്ക ഗഗ ഒക്കെ എഴുതിയിട്ടുണ്ട്. കാക്ക ഗഗ ഒരു ഡ്രസ്സാണ്. നമുക്കിതിനി ഇന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഡയറ്റ് ചെയ്യുന്ന കാരണം ഇത്തിരി ഓവർ കോൺഫിഡൻസോടുകൂടെ എപ്പോഴും ഞാൻ മുന്നേ ഇട്ടായിരുന്ന സൈസാണ്, മീഡിയം സൈസാണ് ഓർഡർ ചെയ്തത്. സംഭവം കറക്റ്റ് സൈസാണ്. ഇപ്പോൾ ഹോപ്പ്ഫുള്ളി ഇൻ്റർമീഡിയറ്റ് ഡയറ്റ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൂടി പെർഫെക്റ്റ് ഫിറ്റായിരിക്കും. ഇപ്പോൾ കറക്റ്റ് ഫിറ്റാണ്. ശ്വാസം വിടാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല.
നമുക്കിത് മമ്മിക്ക് കാണിച്ചു കൊടുത്തിട്ട് മമ്മിയുടെ അഭിപ്രായം ചോദിച്ചു നോക്കാം. കൊള്ളാമേ? ടൈറ്റാണോ? അതെ, എന്നെ വരുന്നുണ്ടോ ഫുൾ ഫ്രെയിം? ശേ, ഇപ്പോഴാണ് ജെഫിൻ സാറിനെ മിസ് ചെയ്തത്. ഫുൾ ആംഗിളിലൊക്കെ വീഡിയോ എടുത്തു തന്നെ. മമ്മിയിൽ കുറച്ച് മമ്മിക്ക് പകുതി കിട്ടിയുള്ളൂ. ഞാൻ ബാക്കിലേക്ക് പോയി നോക്കാം. സംഭവം അടിപൊളിയായിട്ടുണ്ടോ? ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നല്ല കംഫർട്ടബിൾ ആണ്. കോട്ടൺ അല്ല, ഇച്ചിരി മിക്സ് കോട്ടൺ ആണ്, എന്നാലും നമുക്ക് സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കയ്യിലിതായി ഇങ്ങനത്തെ ഉള്ളത്. അത് ഞാൻ നോട്ട് ചെയ്തില്ല ഓർഡർ ചെയ്യുമ്പോൾ. ശരിക്കും ഈ കൈ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം അല്ലേ? ഇതില്ലാതായിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു ഇച്ചിരി ക്ലാസി ലുക്ക് വന്നേനെ. അപ്പോൾ എങ്ങനെയുണ്ട് ഡ്രസ്സ്? കൊള്ളാല്ലേ? അപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യമായത് കാരണം എനിക്ക് 2 പ്രോഡക്ട്സിനെ കുറിച്ച് പറയാനുണ്ട്. പ്രൊമോഷൻ അല്ല, റിവ്യൂ കണ്ട് വാങ്ങി അബദ്ധം പറ്റിയ 2 പ്രോഡക്ട്സാണ്. ഒരെണ്ണം ഈ കാണുന്ന ഹിമാലയ ആൻറ്റി ഹെയർ ലോസ് ക്രീം. ഞങ്ങളുടെ ആമസോൺ അൺബോക്സിങ് വീഡിയോയിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിവ്യൂ മാത്രം കണ്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ വേസ്റ്റ് ഓഫ് മണിയാണ്. ഒരു കാര്യമില്ല. കാരണം ഇത് തേച്ചിട്ട് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ക്രീം രാത്രി തേച്ച് രാവിലെ ആകുമ്പോഴേക്കും മുടിയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു തരം ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. സോ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ടി വരും. വല്ലാത്തൊരു ടെക്സ്ചറായിരുന്നു. സോ ഇത് വേസ്റ്റ് ഓഫ് മണിയാണ്. പിന്നെ അടുത്ത കോമഡി ആയിട്ടെന്ന് പറഞ്ഞതാ ഈ കാണുന്ന എം കഫീൻ്റെ കോഫി ബോഡി ലോഷൻ. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തേച്ചാൽ ഭയങ്കര കോഫിയുടെ സ്മെല്ലാന്നൊക്കെ. അപ്പോൾ എനിക്ക് കോഫിയുടെ സ്മെല്ല് ഇഷ്ടമാണ്. ഇതിൻ്റെ റിവ്യൂസിലൊക്കെ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഫേ ഷോപ്പിൽ പോയ ഫീലാണ്, കോഫി കുടിച്ച ഫീലാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട്, റിവ്യൂ കൊണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഐറ്റമാണിത്. പക്ഷേ കോഫിയുടെ മണം അടുത്ത് കൂടെ പോലും പോയിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റിന്. അറ്റ്ലീസ്റ്റ് ഒരു തേക്കുമ്പോൾ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. സോ എനിക്ക് തോന്നുന്നു ഈ പെർഫ്യൂം ഷോപ്പിൽ കോഫി ബീൻസ് വെക്കും നമ്മൾ സ്മെൽ ചെയ്തിട്ട് മണം പോകാൻ. ആ കോഫി ബീൻസ് വെച്ചിട്ട് അതിൻ്റെ എന്തെങ്കിലും ഫ്ലേവർ വെച്ച് ചെയ്തതായിരിക്കാൻ തോന്നുന്നു. കാരണം ഇവർ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇതിൻ്റെ റിവ്യൂസിൽ പറയുന്ന പോലെ കോഫിയുടെ സ്മെല്ലില്ലാത്ത ഒരു കോഫി ക്രീമാണ്. സോ ഈ 2 പ്രോഡക്റ്റ്സ് നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വേണ്ട, അരുത്. അപ്പോൾ ഇതൊരു കൊച്ചു വ്ളോഗായിരുന്നു. ഞങ്ങളൊരു ബിരിയാണി ഷോപ്പ് ഇവിടെ അടുത്ത് തുടങ്ങിയത് കാരണം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഇത് അൺബോക്സിങ് അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിരിയാണി കളക്ട് ചെയ്യാൻ പോയപ്പോഴാണ് സെക്യൂരിറ്റി അതും തന്നത്. അപ്പോൾ പിന്നെ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ 2 പ്രോഡക്റ്റ്സിനെ കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ റിവ്യൂസ്. ഡോണ്ട് ബൈ ദിസ്. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ സന്ധിക്കും വരെ വണക്കം. ഇത് ലുബ്ന, എൻ്റെ കൂടെ ജെഫിൻ എപ്പോഴും ഉണ്ട്. വേറൊരു കാര്യം പറയാനുണ്ട്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കൊണ്ട് സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. തൊട്ട് പറയില്ല ഡാനി ബോയ് നിൽപ്പുണ്ട്, അവർക്ക് ഉറങ്ങാനുള്ള ടൈമായി. അപ്പോൾ കാണാം. ബൈ.